പോർട്ടിക്കോയിലോട്ടൊന്നും പോണ്ട. എസ്റ്റേറ്റ് മുതലാളിയൊന്നും അല്ലല്ലോ. ഇറങ്ങി നടക്കട്ടെ. ഇറങ്ങണം, ഇറങ്ങണം, നടക്കണം. ആ വരണം വരണം, തന്നെ കാത്തിരിക്കായിരുന്നു. വിളിച്ചിട്ടേ വരാ ഒരു പിടുത്തം. വാ, അകത്തിരുന്ന് സംസാരിക്കാം. ഇവിടെ നിന്ന് സംസാരിച്ചാ പോരെ? പോരാ, വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഗൗരവമുള്ള കാര്യം? ആ അതെ. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. വിഷമം കൊണ്ടന്ന് ഞാൻ എന്താ പറഞ്ഞെന്ന്. അതൊന്നും അല്ല കാര്യം. വാ, മുകളിട്ട് വാ. ഞാൻ ഇവിടെ വരണം. സർ, ഞാൻ മുകളിലോട്ട്. അല്ല, ആ സംഗീതം സത്യമായിട്ടും എന്റെ വയലിന് സത്യമായിട്ടും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സർ. അതൊന്നും അല്ലടോ. വാ പറയട്ടെ. ഇത് തുറന്നു നടന്നാ പോരെ? പോരാ, നമ്മള് മാത്രം അറിയേണ്ട കാര്യമാണ്. സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ. വല്ല ഉടക്കം വല്ലതും ആണോ സാർ? ചെറിയൊരു ഉടക്കാണ്. അയ്യോ, അങ്ങോട്ടിരിക്കാം. വാ, ഇരിക്കാം. വേണ്ട വേണ്ട മുതലാളി, ഞാൻ നിന്നോളാം. ഇപ്പൊ വേണുവിന്റെ മുതലാളി അല്ലല്ലോ ഞാൻ. എന്നാലും എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റൂ. അതൊന്ന് മാറ്റി വിളിച്ചുകൂടെ എന്ന് ആലോചിക്കാനാണ് തന്നെ വരുത്തിയത്. വിളിക്കാം. എങ്ങനെ വിളിക്കണം? അങ്ങത്തേന്നോ സാറേന്നോ പറയുന്ന പോലെ വിളിക്കാം. ആരും ചിരിച്ചു പോകും വേണുവിന്റെ വർത്താനം കേട്ടാ. അത്ര സിമ്പിളാണ്. വരൂ, ഇരിക്കും. ഇവിടെ ഇരിക്കും. കുടിക്കാൻ എന്തെങ്കിലും? വെള്ളം കുടിപ്പിക്കരുത് സാർ. വിളിച്ച എന്തിനാണെന്ന് പറയണം. വേണു, നമ്മളിപ്പോ സംസാരിക്കുന്ന കാര്യം മറ്റാരും അറിയരുത്. ഇല്ല സാർ. ഇവിടുത്തെ മോളെ തനിക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെ എന്നെ വലിയ ഇഷ്ടമാണ് സാർ. ആ, ഈ വീട്ടിലെ ഒരേ ഒരു മോളാ ഈ കണ്ട സ്വത്തിന്റെ എല്ലാ അവകാശി. അങ്ങനത്തെ യാതൊരു ഭാവമില്ല. നല്ല തങ്കം പോലത്തെ കൊച്ച്. അവൾക്ക് ഒരസുഖമുണ്ട്. ലക്ഷത്തിലൊരാൾക്ക് മാത്രം വരുന്ന ഒരസുഖം. അയ്യോ, എല്ലാ ചികിത്സകളും ചെയ്തു കഴിഞ്ഞു. ഈ രോഗത്തിന് ചികിത്സയില്ല. 5 or 6 കൊല്ലത്തിനപ്പുറം അവൾക്കൊരു ജീവിതം ഉണ്ടാവില്ല. ജീവിച്ചിരിക്കില്ല എന്ന് തന്നെയാണ് എല്ലാ ഡോക്ടർമാരും പറയുന്നത്. അയ്യോ, അങ്ങനെ പറയരുത് സാർ. ദൈവം ആ മോളെ രക്ഷിക്കും. അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. ഈ വിവരം അവൾക്കറിയില്ല, അറിയാനും പാടില്ല. ഇത്രയൊക്കെ പണവും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പണം കൊണ്ട് അവളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല വേണം. ചെയ്യാവുന്നതൊന്നേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൾ സന്തോഷമായിട്ടിരിക്കണം. ആ സന്തോഷം കൊടുക്കാൻ ഒരാൾ വേണം. അതിന് ഞാൻ എന്ത് ചെയ്യാം സാർ? വേണുവിന് അവളെ വിവാഹം കഴിക്കാൻ പറ്റുമോ? സാർ, കാര്യമായിട്ട് പറയണം. കളി പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. വെറുതെ വേണ്ട. തനിക്ക് ഇതുകൊണ്ടൊരു ജീവിതം ഉണ്ടാവും. തന്റെ കുടുംബം രക്ഷപ്പെടും. എനിക്ക് വലുത് എന്റെ മോടെ സന്തോഷമാണ്. എനിക്കുള്ളതെല്ലാം ഞാൻ വേണു എഴുതിത്തരാം. എന്തു പറയുന്നു? ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ ഞാൻ വീട്ടിൽ പോയി അമ്മയോട് ചോദിച്ചിട്ട് പറയാം. മതി. വീട്ടിൽ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ വിവരം മറ്റാരും അറിയരുത്, പ്രത്യേകിച്ച് എന്റെ മോള്. ഇല്ല, ഞാൻ ആർക്കും ഒന്നും പറയാനില്ലേ? എന്താ അമ്മേ? പണം മാത്രമല്ലല്ലോ കാര്യം. എല്ലാം അറിഞ്ഞിരുന്നോണ്ട് ഇങ്ങനൊരു ബന്ധത്തിന് ഞാൻ എങ്ങനെ സമ്മതിക്കും? ചേട്ടാ, ഞങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി തന്നെ, ഈ വീടിന് വേണ്ടി. ഇങ്ങനെയല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. ചേട്ടന്റെ ജീവിതം കൂടി നോക്കണ്ടേ? അയ്യോ, എന്തൊരു സ്നേഹം. 5 വർഷത്തെ കാര്യമുള്ളൂ, അതോടെ ഈ വീട് രക്ഷപ്പെടും. എന്താ അമ്മേ? ഈ 2 എണ്ണത്തിനെ ഞാൻ കെട്ടിച്ചു വിടണ്ടേ? സ്വർണത്തിനും കാശിനും ഞാൻ എവിടെ പോവും? ആരെങ്കിലും ഉണ്ടോ എന്നെ സഹായിക്കാൻ? ദൈവമായിട്ട് കാണിച്ചെന്ന വഴിയായിരിക്കും. ഒരു ലോട്ടറി അടിച്ച പോലെ എനിക്ക് തോന്നുന്നത്. എന്ത് പറയുന്നു ഉണ്ണി? ഞാനെന്ത് പറയാനാ? ഇക്കാര്യത്തിൽ നീയല്ലേ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഞാൻ വാക്കുകൊടുക്കാൻ പോവാ. ഒരു കാര്യം അമ്മയോടും നിങ്ങളോടും.
ഇക്കാര്യം പുറത്താരും അറിയാൻ പാടില്ല, മുത്തശ്ശി പോലും. അറിഞ്ഞാ പിന്നെ നിങ്ങൾ എന്നെ കാണില്ല. ഇത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്കാ. ഒരു കാരണവശാലും ഇക്കാര്യം ആ മോളും അറിയാൻ പാടില്ല. മിസ്റ്റർ വേണുഗോപാൽ, അവിടെ ചെന്ന് എന്താ പറയാൻ പോണേ? ഓക്കെ, ഞാൻ സമ്മതിച്ചു എന്ന് പറയും. എന്നിട്ടിങ്ങ് പോരുമോ? ഇല്ല, ഞാൻ ഒരാഴ്ച അവിടെ താമസിക്കും. പിന്നെ എന്നെ അവിടെ കയറി താമസിക്കാൻ പറ്റുമോ? ഡേറ്റ് ഒക്കെ അവർ പിന്നെ അറിയിക്കും. എന്നിട്ട് ആ ഡേറ്റ് കല്യാണം നടത്തും. പിന്നല്ലാതെ അപ്പൊ നിന്റെ ആവശ്യങ്ങളൊക്കെ എപ്പോ പറയും? എനിക്കെന്തോന്ന് ആവശ്യം? എല്ലാം എനിക്കെന്നല്ലേ അവര് വാക്ക് തന്നിരിക്കുന്നത്. ആ വാക്ക് മുറിച്ചു കൊടുത്താൽ നിന്റെ പെങ്ങളെ കെട്ടിച്ചു വിടാൻ പറ്റുമോ? എടാ, നിന്റെ ആവശ്യങ്ങള്, കണ്ടീഷൻസ് ക്ലീൻ ആയിട്ട് അദ്ദേഹത്തെ പറഞ്ഞ് ധരിപ്പിക്കണം. അവര് നിന്നെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. അപ്പം നീ വില പറയണ്ടേ? ഇതിപ്പോ എങ്ങനെ വില പറയാൻ? ഞാൻ പറഞ്ഞുതരാം. ആദ്യം ശ്രീകുമാരിയുടെ കല്യാണം നടക്കണം. ശ്രീകുമാരിയുടെ മാത്രം വരെ, നിന്റെ മീനാക്ഷിയുടെ നടക്കണം. അതൊക്കെ നടന്നോളൂ. ശ്രീകുമാരിക്ക് കുറഞ്ഞതൊരു 35 പവനെങ്കിലും നീ കൊടുക്കണ്ടേ? 25 മതിയല്ലേ? 35 ചോദിച്ചാലേ 25 ഒതുങ്ങൂ. ആ, സദ്യ വേണ്ടെന്ന് വെക്കാം. കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്താം. അത് കഴിഞ്ഞ ഒരു പാർട്ടി നടത്തണ്ടേ? ഒരു 300 പേർക്കെങ്കിലും. 2 സ്വീറ്റ്, ഒരു കാരം, ഒരു സേമിയ പായസം, പടം. ആരുടെ പടം? അല്ല, പഴം, ആ. വട, ബിസ്ക്കറ്റ്, ചായ, കാപ്പി. ആളെ നോക്ക് 10 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ രൂപ 3000 ആയോ? ചെയർ, മേശ, മേശുരുപ്പ്, മൈക്ക് സെറ്റ്. മൈക്ക് സെറ്റ് വേണ്ടേ? വേണ്ട. ഒരു 2000 രൂപ ഇട്ടിട്ടുണ്ട്. 2 കാറ്, ഒരു ടെമ്പോ. ഒറ്റപ്പാലം ചിറ്റപ്പനും ബാച്ചും ടെമ്പോയിൽ അവിടെ നിന്ന് പോരും. ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഇതാ കുറിച്ചിട്ടിട്ടുണ്ട്. 35 പവൻ, 1 ലക്ഷം രൂപ, 300 പേർക്ക് പാർട്ടി, ചെയർ, മേശ, മേശുരുപ്പ്, മൈക്ക്. ഇങ്ങനത്തെ എച്ച് കണക്കൊക്കെ ഞാൻ പോയി പറയണ? വേണ്ട, സ്വർണവും ചേർത്ത് 2 ലക്ഷം രൂപ പറ. അങ്ങനെയാണെങ്കിൽ 4 പറയണ്ടേ? നിന്റെ നടക്കണ്ടേ? എന്റേത് എവിടെ നിൽക്കട്ടെ, ആദ്യം ശ്രീകുമാരി നടക്കട്ടെ. ഈ ലിസ്റ്റും കൊണ്ട് ഇപ്പോഴേ ഞാൻ കയറി ചെന്ന് അവരെന്നെ വേണ്ടെന്ന് ഇനി വെച്ചാൽ പോരണം. പിന്നെ അല്ലാതെ എടാ, ലോട്ടറി അടിച്ചാൽ ലക്ഷങ്ങൾക്ക് അടിക്കണം. അല്ലാതെ 5ഉം 10ഉം രൂപയ്ക്ക് അടിച്ചോണ്ട് എന്ത് കാര്യം? ഉള്ള ഭാഗ്യവും പട്ടിണിയും വെച്ച. പിന്നെ എല്ലാം നിന്റേതാണെന്ന് പറഞ്ഞാലും ഒരു വീടും 10 സെന്റ് സ്ഥലവും ഡാവിൽ ഒതുക്കി മാറ്റിക്കോണം. അല്ലെ കുറെ നാൾ കഴിയുമ്പം നിന്നെ വേണ്ടാന്ന് അവർക്ക് തോന്നിയാ നീ റോഡിലായി പോവും. അപ്പനെ ഞാൻ പോണില്ല. ഇതാണ്. നീ ധൈര്യമായിട്ട് പോ. ഞാനല്ലേ പറഞ്ഞത്, ധൈര്യമായിട്ട് പോ. പോ പോ. വേണു വന്നിട്ട് കുറെ നേരമായോ? ഇരിക്കിരിക്ക്. എന്തായി? അമ്മ എന്ത് പറഞ്ഞു? ആദ്യം സമ്മതിച്ചില്ല. പിന്നെ ഞാനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. പെങ്ങന്മാരുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് എന്റെ കല്യാണം നടത്തണം. പെങ്ങന്മാരുടെ കല്യാണം നടത്തണം. അതുകൂടാതെ വേണു എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ കടലാസില്? മറന്നു പോകാതിരിക്കാൻ. മോളെ പൊന്നുപോലെ നോക്കാം. എന്റെ ചുറ്റുപാടുകൂടെ ഒക്കെ ഒന്ന് വലുതായാലേ അതിനൊരു സുഖമുള്ളൂ. എപ്പോഴെപ്പോഴും ഇവിടെ വന്ന് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇവിടുത്തെ മോക്ക് വന്ന് കയറാനുള്ള ഒരു വകുപ്പൊക്കെ നമ്മുടെ വീടിനും വേണ്ടേ? തീർച്ചയായും വേണം. ആ സെറ്റപ്പൊക്കെ ആദ്യം റെഡിയാകണം. റെഡിയാക്കാം. വേണു, അതൊന്നും പ്രശ്നമല്ല എന്നൊക്കെ ഇപ്പൊ പറയും. പിന്നെ കാര്യം കഴിഞ്ഞ് ചോദ്യം ഭരണമൊക്കെ ആവുമ്പോ എനിക്കത് പ്രശ്നമാവും. അതുണ്ടായിരിക്കാൻ കാര്യങ്ങളൊക്കെ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല എനിക്കുള്ളതെല്ലാം വേണുവിനാണെന്ന്. അല്ല, അത് വാക്കാ പറഞ്ഞുകൊണ്ടായില്ല, രേഖയിലാവണം. ഇപ്പോഴത്തെ കാലമല്ലേ, വാക്ക് വേണമെങ്കിൽ മാറ്റാം. രേഖയാവുമ്പോ വേണു എല്ലാം കരുതിക്കൂട്ടി തന്നെയാണ് അല്ലേ? എനിക്ക് വേണ്ടി പറയാൻ വേറെ ആരുണ്ട് സാർ? ജോലിയിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ടപ്പോ തിരിച്ചെടുക്കാൻ പറയാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഉള്ളത് ഞാൻ തന്നെ അങ്ങ് തുറന്നു പറഞ്ഞാൽ കുഴപ്പമില്ല. മോളെ പൊന്നുപോലെ നോക്കുമെന്നുള്ളതും രേഖ വേണ്ടേ? അതും കൂടെ രേഖയിലാക്കണം സാർ. നമ്മളൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ് സാർ. അതെ സാർ. ആവശ്യങ്ങൾ തീർന്നോ? ആക്രാന്തം കൊണ്ട് ആലോചിച്ചപ്പോ ഇത്രയൊക്കെ വന്നുള്ളൂ. വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാറൊന്നും. വേണുവിന്റെ ആവശ്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. തുറന്നു പറഞ്ഞ സന്തോഷം. ഒരു കാര്യം, ഇന്നും മുതല് വേണു എനിക്ക് അന്യനല്ല. മരുമകനാണ്. അല്ല, എന്റെ മകനായിരിക്കും. മോളെ, നിന്റെ പ്രതിശ്രുതപരനുമായി ഒരു ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ കുടുംബത്തിനുണ്ട്, തുടങ്ങിക്കോളൂ. ഇരിക്കാം. ഞങ്ങൾക്ക് സ്വകാര്യമായിട്ടാണ് സംസാരിക്കാനുള്ളത്. ഓ, ഓക്കെ, മാറിത്തരാം. പക്ഷെ ഞാൻ അപ്പുറത്തുണ്ട് എന്നൊരു ഓർമ്മ വേണം. ആ, ഇരിക്കൂ വേണുഗോപാൽജി.
അയ്യേ, ഈ മാഗസിൻ തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. ഓ ഞാൻ സാധാരണ ഇങ്ങനെയാണ് വായിക്കാറുള്ളത്. ഓഹോ, അത് ശരി. നമ്മൾ തമ്മില് ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് വിചാരിച്ചിരുന്നോ? ഇത്രത്തോളം വിചാരിച്ചിരുന്നില്ല. അതാ എന്റെ അച്ഛൻ. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോ ദേഷ്യം തോന്നിയില്ലേ? ഇപ്പോ വേണുഗോപാൽ ജിക്ക് എന്ത് തോന്നുന്നു? ഒരു ലോട്ടറി അടിച്ച സുഖം. ഓ എനിക്ക് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. 1-2 ആക്കണ്ട, ഇഷ്ടം പോലെ ചോദിക്കാൻ, ഞാൻ ഇരുന്നേരാ. ഇരുന്ന് തന്നാ പോരാ, മറുപടി തരണം. ഉം. ചോദ്യം 1, എന്നെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. ഒരു വീക്ക്ലി ചോദ്യം, ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. സങ്കല്പങ്ങളുടെ ഭാര്യ? ഹേമ മാലിനി. ഓക്കെ, കാശുണ്ട്, സൗന്ദര്യമുണ്ട്. ഭർത്താവിന്റെ ഡ്യൂട്ടി? ഭർത്താവായിട്ടിരിക്കുക. കറക്റ്റ്. ഇഷ്ടപ്പെട്ട ആഹാരം? പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി? പഴങ്കഞ്ഞി എന്റെ അമ്മയ്ക്ക് അതാ ഇഷ്ടം. അതെ. ഇഷ്ടദൈവം? ഭഗവാൻ ശ്രീ KM മേനോൻ. കാർത്തേ, എന്തോ? ഇതാണ് വേണു. ഇതിനു മുമ്പ് വന്നപ്പോഴൊന്നും അമ്മയെ കണ്ടിട്ടില്ല. അമ്മ എപ്പോഴും പൂജാമുറിയിലാണല്ലേ? ഈശ്വരന്റെ കയ്യിലല്ലേ എല്ലാം. വാസ്തവം, എന്നെ അമ്മയുടെ മുമ്പിൽ എത്തിച്ചതും ഈശ്വരനല്ലേ? മോടമ്മ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഒരു അമ്മയായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. മഹാലക്ഷ്മി അല്ലേ ഇത്? നമുക്ക് തീയതി ഉടനെ നിശ്ചയിക്കണം. എനിക്ക് മോനോട് ഒന്നേ പറയാനുള്ളൂ, എനിക്കിവളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. പറഞ്ഞു, സാറെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. വേണു, ഈ സാറെ വിളി ഇനിയെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൂടെ? കുടുസ് വീട്ടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കാലെടുത്ത് വെക്കും മുമ്പ് മഹാരാജാവിനൊക്കെ അമ്മാവെന്ന് വിളിക്കുന്ന എങ്ങനെ അല്ലേ മോളെ? വരട്ടെ, ഇണങ്ങി വരട്ടെ, ഞാൻ മാറ്റി വിളിക്കാം. ഞാൻ വരട്ടെ. ശരി. ഇത് ലോട്ടറി തന്നെ, സംശയമില്ല. നിന്റെ തലവര തെളിഞ്ഞു. സ്വർണ്ണ കട്ടി, സ്വർണ്ണ കുട്ടി, ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. എടോ സ്മൈലി, നേരായ വഴിക്ക് സത്യസന്ധമായി ജീവിക്കുന്നതിനെ ദൈവം ചുമന്ന് എവിടെങ്കിലും കൊണ്ടെത്തിക്കും. കാട്ടുവേരി കളറടിച്ച് സോൾ ഓഫ് കേരള, സോൾ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് സായിപ്പന്മാരെ പറ്റിക്കുന്ന തന്നെ പോലുള്ളവരെ ദൈവം ചുമന്ന് അന്ധകാര കുഴി കൊണ്ടാക്കും. എടോ, ശുദ്ധമായ സംഗീതമാണ് വേണുവിനെ ഈ നിലയിൽ എത്തിച്ചത്. ഇവൻ വയലിനിൽ വാതാപി എന്ന് പിടിച്ചതും ആ കൊച്ചു വീണു. പിന്നെ അവൾ ഒരൊറ്റ പിടി ഇവൻ മതിയെന്ന്, അതോടെ തന്ത വീണു. ദാറ്റ്സ് എൻഡ് ഓഫ് ദി ന്യൂസ്. ഞാൻ വരച്ച ചിത്രങ്ങൾ അവൾ കണ്ടിരിക്കാനിടയില്ല. എങ്കിൽ അന്ന് ആ കുടുംബം കെട്ടുകെട്ടിയെന്നെ. അപ്പൊ അങ്ങനത്തെ ഫാമിലിയാണ്. ഒരു ചങ്ങാതി നന്നായാൽ ബാക്കിയുള്ള ചങ്ങാതിമാരെ നന്നാക്കുക എന്നുള്ളത് ലോകനീതിയാ. നീ അത് ചെയ്യില്ല കൂട്ട? ചെയ്യാം, പക്ഷെ ഈ ആക്രത്തിലൊക്കെ കളഞ്ഞ് അന്തസ്സായിട്ട് നിന്നാ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കേട്ടല്ലോ, നിന്നോടും കൂടിയായി പറഞ്ഞത്. നിന്റെ ഈ ഊശാൻ താടി, ഈ വൃത്തികെട്ട ജുബയും ആ കൂറ സഞ്ചിയും കളഞ്ഞ് വൃത്തിയായിട്ട് നടക്കണം. അപ്പൊ എന്റെ കല, നിന്റെ കൊല ആദ്യം ഇത് കാണാം. നിന്റെ വീട്ടിൽ കാറ് മുതലാളി അമ്മയൊക്കെ വന്നിട്ടുണ്ട്. എന്തോന്ന്? മുതലാളി അകത്തുണ്ടോ? ഞാനിതാ പോകണം. കാരണം എന്തിനാ ഇത്ര പേടിക്കുന്നത്? മതിലുണ്ടെങ്കിൽ ചാടി ഓടാമായിരുന്നു. മീനു, അവർക്ക് വല്ലതും തിന്നാൻ കൊടുത്തോ? ഒന്നുമില്ലേട്ടാ, നാരങ്ങ വീഞ്ഞോണ്ടിരിക്കുക. അവരോ? നീ അവരോട്ട് സംസാരിച്ചോണ്ടിരിക്കെ, ഞാൻ കടയിൽ പോയി എന്തെങ്കിലും കഴിക്കാൻ കോഴി ബിരിയാണി മതി. അത് നിന്റെ നിക്കാഹിന് വാങ്ങാം. ദാഹിച്ച പച്ചവെള്ളം കൊടുത്തു പോരുത്. ഞാൻ വരുന്നവരെ അല്ല, ഈ പിന്നെ നാരങ്ങ സംസാരിക്കാം. വാടോ. ഇങ്ങോട്ട് പോരാ. അവന്റെ അച്ഛന്റെ അനിയനുണ്ട് പാലക്കാട്ട്, വരാനെഴുതാം. ഓ, അതേ വന്നു. വന്നിട്ട് ഒരുപാട് നേരം. വന്നിരുന്ന് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നല്ലോ, എനിക്കാ ഏറ്റവും സന്തോഷം. ചക്കാത്തിന് വേണുവിന്റെ വയലിൻ കേൾക്കാലോ. മുത്തശ്ശിയോടെ കണ്ടു, പരിചയപ്പെട്ടു. ഓ, ഇത് നിങ്ങളുടെ സ്വന്തം വീടല്ലേ? സ്വന്തം പോലെയാണ്, വാടകയാണ്. പക്ഷെ എന്നെ കല്യാണം കഴിച്ചോണ്ട് വന്നതേ ഈ വീട്ടിലേക്കാ. ഞങ്ങൾക്കൊരു മോളേ ഉള്ളൂ. അങ്ങോട്ട് വന്നിട്ടില്ലാന്നേ ഉള്ളൂ, വിവരങ്ങളൊക്കെ അറിയാം. ഞാനങ്ങോട്ട് ഇറങ്ങാറില്ല. അമ്മ എപ്പോഴും പൂജാമുറിയിലാണ്. ഓ, വീട്ടിൽ വേലക്കാരുള്ളവർക്കൊക്കെ അത് സാധിക്കും. ഇവിടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരം വേണ്ടേ? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടാ. കാലത്ത് തന്നെ 3-4 കൂട്ടം പലഹാരമാ. ഒരാൾക്ക് ദോശ, ഒരാൾക്ക് ഇഡ്ഡലി, ഒരാൾക്ക് പൂരി, ഒരാൾക്ക് മുട്ട ആംപ്ലേറ്റും ഇടിയപ്പം. ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ? എന്താ നോക്കുന്നത്? ആ കുഞ്ഞിനെ ഇട്ട് നീ വിഷമിപ്പിക്കരുത്. ഇതൊക്കെ ഒഴിവാക്കാനാണ് മുൻകൂട്ടി അറിയിക്കാതെ ഷോ, ഇതൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ടാക്കി വെക്കുന്നതാ. ഒന്ന് നീക്കാട്ടെ ചേച്ചി. നമസ്കാരം. നമസ്തേ. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാണ്.
ഞാൻ തകരപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ, ഊട്ടി ഗേറ്റ് ഇന്റർനാഷണൽ റിസപ്ഷനിസ്റ്റാ. ഇത് ഇസ്മായിൽ. ഞാൻ സ്മൈലി. ഐ ആം സോൾ ഓഫ് കേരള. ഇത് മിസ്റ്റർ കുട്ടി. ആർട്ടിസ്റ്റാ. മുഴുവൻ പേര് NN കുട്ടി. പണ്ട് നന്നാവാൻ വേണ്ടി നാടുവിട്ട കുട്ടിയാ. ഇപ്പൊ നശിച്ച് നാറാണക്കല്ലായ കുട്ടിയായി. അതാണ് NN കുട്ടി. വേണു പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഈ വീടൊന്ന് മാറണം അല്ലേ? അതെ. മോടെ ഒരു വീട് ഫർണിഷ് ചെയ്തിട്ടുണ്ട്. അമ്മയോട് ചോദിച്ചിട്ട് നല്ല സമയം നോക്കി അങ്ങോട്ട് മാറുക. മാറാം.